നമസ്കാരം. അങ്കമനിയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം. ഇന്നേ ദിവസം ഒരു ട്രെയിലർ കണ്ടു. ആ ട്രെയിലറിനെ കുറിച്ച് പറയാതിരിക്കാൻ തരമില്ല. ഇന്ത്യൻ സിനിമയിലെ മലയാളം അതിന്റെ വലിയൊരു കയ്യൊപ്പിടാൻ പോവുകയാണെന്നതിന്റെ വ്യക്തമായ സൂചന ആ ഒരേ ഒരു ട്രെയിലറിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ഫസ്റ്റ് ലുക്ക് വന്നപ്പോൾ തന്നെ പ്രതീക്ഷിച്ചിരുന്നു മലയാള സിനിമയുടെ വലിയ പേര് എങ്ങും കൊട്ടിഘോഷിക്കാനുള്ള ഒരു സിനിമയായിരിക്കും അതെന്ന്. പൃഥ്വിരാജ് നായകനായെത്തുന്ന ബെന്യാമിന്റെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള നോവൽ പറയുന്ന കഥ ആടുജീവിതം ബ്ലെസ്സിയുടെ സംവിധാന മികവിൽ നമ്മുടെ മുന്നിലേക്ക് എത്തുമ്പോൾ അത് എത്രത്തോളം ഗംഭീരമായിരിക്കുമെന്ന് ഊഹിക്കാൻ സാധിക്കുന്നുണ്ട്. ഒരു കാര്യം ഉറപ്പിക്കാം, ഓസ്കാർ ലെവൽ ഐറ്റം തന്നെയായിരിക്കും ബ്ലെസ്സി നമുക്ക് വേണ്ടി കരുതിയിരിക്കുന്നത്. ഇനി ധൈര്യമായിട്ട് മലയാള സിനിമയ്ക്ക് ഒരു ഓസ്കാർ കിട്ടും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. അത്രത്തോളം മനോഹരമായിട്ട് തന്നെയാണ് അതിന്റെ ട്രെയിലർ എടുത്തു വെച്ചിരിക്കുന്നത്. ഏതായാലും ട്രെയിലർ നിങ്ങളുമായിട്ടൊന്ന് കണ്ടു കളയാം. അതിനു മുമ്പ് ചെറിയൊരു കാര്യം പറയുക, നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം. കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ്. നമുക്ക് നമ്മുടെ ഈ ഒരു ട്രെയിലറിലേക്ക് ഒന്ന് പോകാം. Visually beautiful. Camera work. अंदर से कोई बाहर Wow. ना जा सके. अंदर से कोई बाहर ना जा सके. अंदर से कोई बाहर ना जा सके. മാർച്ച് 28 അങ്ങനെ നമ്മളെ വിസ്മയിപ്പിക്കാൻ പൃഥ്വിരാജ് എത്തുകയാണ്. പൃഥ്വിരാജ് മാത്രമല്ല, സംവിധായകന്റെ പേര് തന്നെയാണ് ഏറ്റവും പ്രധാനം, ബ്ലെസ്സി. വർഷങ്ങളായി കാത്തിരിക്കുകയാണ് ആടുജീവിതം എന്ന ബെന്യാമിന്റെ സിനിമ തിരക്കഥാ രൂപത്തിലാക്കി എഴുതി 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 രാഗി മിനുക്കി അത്ര മനോഹരമായ ഒരു കലാസൃഷ്ടിയായിട്ട് തന്നെയായിരിക്കും ബ്ലെസ്സി നമ്മുടെ മുന്നിലേക്ക് എത്തുക എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. കാരണം അത്രയും ഗംഭീരമായിട്ട് തന്നെയാണ് സിനിമയുടെ ട്രെയിലർ കാണുന്നത്. ട്രെയിലർ ഇത്ര ഗംഭീരമാണെങ്കിൽ സിനിമ അതിനേക്കാൾ ഗംഭീരമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുകയാണ്. ആരൊക്കെയാണ് ഈ സിനിമയിലെ ഉള്ള താരങ്ങൾ എന്ന് നോക്കുമ്പോൾ അതില് അമല പോൾ കാണുന്നുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ പൃഥ്വിരാജിനെ നമുക്ക് കൂടുതൽ എടുത്ത് പറയേണ്ട കാര്യമില്ല, അത്രത്തോളം ഗംഭീരമായിട്ട് അദ്ദേഹം ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഏതൊക്കെയോ നീഗ്രോ കഥാപാത്രങ്ങളും അതുപോലെ പട്ടാളമോ മറ്റോ എന്ന് തോന്നുന്നു. ഏതായാലും ആ ഒരു കഥാപാത്രങ്ങളായിട്ട് വന്നിരിക്കുന്ന വ്യക്തികൾ ആരൊക്കെയാണെന്ന് എനിക്ക് വലിയ പിടിപാടില്ല. പക്ഷെ എന്തായാലും ഇന്റർനാഷണൽ ലെവലിൽ നമ്മുടെ സിനിമ മാർക്കറ്റ് ചെയ്യപ്പെടുകയും ഒരുപാട് ഖ്യാതികൾ ഇനിയും മലയാള സിനിമയ്ക്ക് കൊണ്ടുവരാൻ പ്രാപ്തിയുള്ള ത്രാണിയുള്ള ഒരു സിനിമ തന്നെയായിരിക്കും ആടുജീവിതം എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം അതിന്റെ ട്രെയിലറിന്റെ നോക്കുകയാണ്, ട്രെയിലറിലെ വിഷ്വൽസിന്റെ ബ്യൂട്ടി അത് ഇന്റർനാഷണൽ ലെവലിൽ തന്നെയുള്ളതാണ്. നമ്മളിപ്പോ മലയക്കോട്ട വാലിബന്റെ ചില ഷോർട്സുകളും ചില സ്ക്രീൻ എന്താ പറയുക ക്യാമറ ആർട്ട് ഈ വിഭാഗങ്ങളൊക്കെ നോക്കുമ്പോൾ ഗംഭീരമായിരുന്നു. ചിത്രം നമ്മൾ ഉദ്ദേശിച്ച ലെവലിലേക്ക് എത്തിയില്ലെങ്കിലും ചിത്രത്തിന്റെ അത്രം ടെക്നിക്കൽ ക്വാളിറ്റി ഉള്ള ഒരു വിഷ്വൽ ബ്യൂട്ടി ആ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. എന്നാൽ ഇവിടെ എല്ലാം ഒത്തുവരുന്ന ഒരു സിനിമയായി മാറും ആടുജീവിതം അഥവാ ദ ഗോഡ് ലൈഫ് എന്ന സിനിമ എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. വിവിധ ഭാഷകളിലുണ്ട്, കന്നഡ, തമിഴ്, തെലുങ്ക്, ഹിന്ദി, മലയാളം, ഒരുപക്ഷെ ഇംഗ്ലീഷിലും ഈ സിനിമ ഇറക്കാൻ സാധ്യതയുണ്ട്. അത്യാവശ്യം അമേരിക്കയിലെ പല സെന്ററുകളിലും ഈ സിനിമ ഇറക്കാൻ സാധ്യതയുണ്ട്. കാരണം ഓസ്കാർ ലെവലിലുള്ള മത്സരങ്ങൾക്ക് അത്തരത്തിലുള്ളൊരു സ്ക്രീൻ അവിടെ ആവശ്യമാണ്. അതുണ്ടാവും, ഉറപ്പാണ്. ഇത് ഓസ്കാർ ലെവലിലേക്കുള്ള ഒരു ഐറ്റം തന്നെയായിരിക്കും.
ഇതിലെ ഞെട്ടിക്കുന്ന രൂപപരിണാമമാണ്. ആദ്യമേ തന്നെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്, കൊറോണ കാലത്തൊക്കെ അവിടെ പെട്ടുപോയ പൃഥ്വിരാജിന്റെയും ആ സിനിമ സംഘത്തിന്റെയും വാർത്തകളൊക്കെ ശ്രദ്ധിക്കപ്പെട്ടതുകൊണ്ടാണ് ദ ഗോഡ് ലൈഫ് അഥവാ ആട് ജീവിതം എന്ന സിനിമ അന്ന് വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടത്. എന്നാൽ അതൊന്നും വെറും തള്ളല്ല എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പാണ്. കാരണം ഇതിന്റെ സംവിധായകൻ ചില്ലറക്കാരനല്ല, ബ്ലെസ്സിയാണ്. 10-12 വർഷത്തോളമായിട്ട് അദ്ദേഹം ഈ സിനിമയ്ക്ക് പുറകിലുണ്ടെന്ന് ഓർക്കണം. അപ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം, ഈ സിനിമ അത്യാവശ്യം നല്ല ഒരു മാസ്റ്റർ പീസ് വർക്ക് തന്നെയായിരിക്കും. ഒരുപക്ഷെ മലയാളം കണ്ട മികച്ച സിനിമയായി മാറാൻ സാധ്യതയുള്ള സിനിമ, അല്ലെങ്കിൽ ബ്ലെസ്സിയുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച സിനിമ, പൃഥ്വിരാജിന്റെ ജീവിതത്തിലെ ഏറ്റവും മികച്ച അഭിനയവും നമുക്ക് കാഴ്ചവെക്കാൻ പറ്റാവുന്ന ഒരു സിനിമ തന്നെയായിരിക്കും ഇത് എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. ചിത്രത്തിന്റെ ടെക്നിക്കൽ സൈഡിൽ നോക്കുമ്പോൾ അവിടെ റസൂൽ പൂക്കുട്ടി ഉണ്ട്, അതുപോലെ തന്നെ ശ്രീകർ പ്രസാദിന്റെ എഡിറ്റിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ഏറ്റവും എടുത്ത് പറയേണ്ടത് AR റഹ്മാന്റെ മാജിക്കൽ മ്യൂസിക്കൽ മൊമെന്റ്സ് സിനിമയിലുണ്ടായിരിക്കും. അതുപോലെ തന്നെ ക്യാമറ ചെയ്തിരിക്കുന്ന സുനിൽ, അദ്ദേഹത്തിന്റെ മനോഹരമായ ഒരു എന്താ പറയാ, നമ്മളെ ആകർഷിക്കുന്ന അല്ലെങ്കിൽ അത്യാപൂർവമായിട്ടുള്ള ചില ഷോട്ട്സുകൾ, നമ്മളെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള ഷോട്ട്സുകൾ സിനിമയിലുണ്ട്. ഒരു കാര്യം ഉറപ്പിക്കാം, മലയാള സിനിമയുടെ ആ ഒരു സീൻ വീണ്ടും വീണ്ടും മാറാൻ പോവുകയാണ്. മഞ്ഞുമൽ ബോയ്സ് വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ല അത്തരത്തിലുള്ള ഒരു വലിയൊരു സീൻ മാറ്റം. കാരണം അതിന്റെ സംവിധായകൻ അവരാരും തന്നെ അവകാശം പറഞ്ഞില്ല. പക്ഷെ അതിന്റെ ടെക്നിക്കൽ സൈഡിലുള്ള മ്യൂസിക് ചെയ്ത നമ്മുടെ സുഷിൻ ശ്യാം എന്ന് പറഞ്ഞപ്പോൾ പലരും അദ്ദേഹത്തെ പുച്ഛിച്ച് തള്ളി. ഞാൻ പോലും അത് വിശ്വസിച്ചില്ല. പക്ഷെ സിനിമയുടെ ലെവലെ മാറി കഴിഞ്ഞിരിക്കുകയാണ്. 200 കോടിക്കടുത്താണ് ആ സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത്. സിനിമയുടെ ആ ഒരു കളക്ഷൻ മാത്രമല്ല, ചിത്രത്തിന് കിട്ടുന്ന ഖ്യാതി, അതിനെ നിരൂപക പ്രശംസ, ഇതൊക്കെ നോക്കുമ്പോൾ ആ സിനിമ അത്യാവശ്യം നല്ല ലെവലിൽ തന്നെ അതിന്റെ റീച്ചിലേക്ക് എത്തിയിട്ടുണ്ട്. പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പുറത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ കേരളത്തിലെ ഇതുവരെ ഇറങ്ങിയ സിനിമകളിലെ ഏറ്റവും വലിയ കളക്ഷൻ റെക്കോർഡ് മഞ്ഞുമൽ ബോയ്സ് ഇടാൻ സാധ്യതയുണ്ട്. എന്നാൽ അതിനെയും കടത്തിവെട്ടാവുന്ന ഒരു സിനിമയായിട്ട് വരാനിരിക്കുന്ന സിനിമയെന്ന് ദ ഗോഡ് ലൈഫ് അഥവാ ആട് ജീവിതം എന്ന സിനിമയെ കുറിച്ച് പ്രതീക്ഷിക്കുകയാണ്. ഒരു കാര്യം ഓർപ്പിക്കാം, ഓസ്കാർ ലെവൽ ഐറ്റം തന്നെയാണ് മലയാളിക്ക് വേണ്ടി പൃഥ്വിരാജും ബ്ലെസ്സിയും ഒരുക്കിയിരിക്കുന്നത്. കാത്തിരിക്കുന്നു ബ്ലെസ്സിയുടെ ആ മാജിക്കിന് വേണ്ടി, പൃഥ്വിരാജിന്റെ ഗംഭീരമായ നടനത്തിന് വേണ്ടി. കാരണം ഇതുവരെ ഈ അടുത്ത കാലത്തൊന്നും ഇത്തരത്തിലുള്ള ഒരു കഥാപാത്രത്തെയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു അഭിനയ സാധ്യതയുള്ള വേഷങ്ങളോ പൃഥ്വിരാജിനെ തേടി എത്തിയിട്ടില്ല. അതിൽ നിന്ന് വിരുദ്ധമായിട്ട് ഇങ്ങനെ സംഭവിക്കുകയാണ്. പൃഥ്വിരാജ് എടുത്തിരിക്കുന്ന റിസ്കിന് അദ്ദേഹത്തിന് വലിയ രീതിയിലുള്ള ഗിഫ്റ്റ് കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. റിസ്കിനൊത്ത ഗിഫ്റ്റ് ഈ സിനിമ മലയാള പ്രേക്ഷകർ മാത്രമല്ല ആഗോളതലത്തിലുള്ള സിനിമാ സ്നേഹികളെല്ലാം തന്നെ ഈ സിനിമയ്ക്ക് നേടിക്കൊടുത്തുകൊണ്ട് ഈ സിനിമ വലിയൊരു വിജയവും അതുപോലെ തന്നെ നിരൂപക പ്രശംസയും നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു ബോക്സ് ഓഫീസ് വിസ്മയമായ ചിത്രം മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. പൃഥ്വിരാജിനും അതുപോലെ തന്നെ ടീം അംഗങ്ങൾക്കും ആടുജീവിതത്തിന്റെ ക്യാപ്റ്റനായിട്ടുള്ള റിയൽ ക്യാപ്റ്റനായിട്ടുള്ള നമ്മുടെ ബെന്യാമിൻ എന്ന് പറഞ്ഞ തിരക്കഥാകൃത്തിനും അദ്ദേഹത്തിന്റെ തിരക്കഥയെ സിനിമയാക്കി മാറ്റുന്ന നമ്മുടെ സ്വന്തം ബ്ലെസ്സി അണ്ണനും വൻ വിജയാശംസകൾ നേർന്നുകൊണ്ട് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുന്നു. ട്രെയിലറിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ചാനലിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഒപ്പം തന്നെ സബ്സ്ക്രിപ്ഷനും ലൈക്കും കമന്റ്സും പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.